ഇങ്ങനെ ബൈബിൾ പ്രാർത്ഥിച്ചിട്ട് തുറക്കുമ്പം അതിൽ നിന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് ചേച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചേച്ചി അങ്ങനെ ചെയ്യാറുണ്ടോ? ഓരോ കാര്യങ്ങളും കർത്താവിനോട് ആലോചന ചോദിച്ച് ബൈബിളൊക്കെ തുറന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കർത്താവിനോട് ആലോചന ചോദിച്ചൊക്കെയാണോ ചെയ്യാറുള്ളത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. പലപ്പോഴും എനിക്കും ബൈബിൾ തുറക്കുമ്പോൾ അങ്ങനെ കൃത്യമായ ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യം കേൾക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ജൂഡാസിൻ്റെ ചിത്രമാണ് വരുന്നത്. ഞാൻ ബൈബിൾ ഇങ്ങനെ ജസ്റ്റ് കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുറക്കുമ്പോൾ കിട്ടുന്നത് ജൂഡാസ് ബിട്രേസ് ജീസസ് ഹെഡിങ്ങാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു കൺഫർമേഷൻ പോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടി ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനും ആപ്റ്റായിട്ടുള്ള വചനങ്ങൾ ആ സന്ദർഭത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുറക്കുമ്പോൾ അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഡെയിലി ബേസിസിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബൈബിൾ തുറന്ന് നോക്കി പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അപ്പം എനിക്കതിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, മുമ്പ് ചോദിക്കണം, നമ്മൾ സമർപ്പിക്കും. ഈശോ ഈ ദിവസത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം സമർപ്പിക്കും. അല്ലാതെ അതിനകത്തൊരു ഡിപ്പെൻഡൻസി പോലെ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് എന്നൊക്കെ പറയില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആരാഞ്ഞ് അത് ശരിയാണോ, അത് ഒരു ക്യൂരിയോസിറ്റി പോലെ, അല്ല ക്യൂരിയോസിറ്റി അല്ല, എല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പം ചിലപ്പം സാത്താൻ അവിടെ ഇടപെടാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഹായ് എവരി വൺ. സോ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിധങ്ങൾ, മാർഗ്ഗങ്ങൾ, അതൊക്കെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ പല അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. എങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദർശനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വപ്നങ്ങൾ കാണുന്നത്, എങ്ങനെയാണ് ഡിസേൺ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്തു. അപ്പം അതിലെങ്ങനെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും, അപ്പോൾ നിലനിൽക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ബൈബിൾ പ്രാർത്ഥിച്ചിട്ട് തുറക്കുമ്പം അതിൽ നിന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് ചേച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചേച്ചി അങ്ങനെ ചെയ്യാറുണ്ടോ? ഓരോ കാര്യങ്ങളും കർത്താവിനോട് ആലോചന ചോദിച്ച് ബൈബിളൊക്കെ തുറന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കർത്താവിനോട് ആലോചന ചോദിച്ചൊക്കെയാണോ ചെയ്യാറുള്ളത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഓർത്ത് ഈ ക്ലാസ്സിൽ ഞാൻ അതിനുള്ള ഉത്തരം തരാമെന്ന്. ബൈബിള് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിൽ വന്ന സമയത്ത് ഞാൻ പലരും കൗൺസിലേഴ്സിൻ്റെ ധ്യാനത്തിനൊക്കെ കൂടുമ്പം ഒത്തിരി പേരും ബൈബിള് തുറന്നിട്ടാണ് ആൻസർ ചെയ്യുന്നത്, അല്ലേ? അവർക്കൊരു പാസേജ് കിട്ടും, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർ നമ്മളോട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. കുറേ പേര് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ബ്രദറും പറഞ്ഞു, അദ്ദേഹം കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ബൈബിള് തുറക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് അതിലൂടെ കാണിച്ചു തരാറുണ്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ സ്ഥിതി ഒക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ ബൈബിള് തുറന്നാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പലപ്പോഴും എനിക്കും ബൈബിൾ തുറക്കുമ്പോൾ അങ്ങനെ കൃത്യമായ ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ അതിനെ സംബന്ധിച്ച് അത് ഞാൻ എവിടെയും വായിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ ചിലപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പം സത്യത്തിൽ ചിലപ്പോഴാണെങ്കിൽ ഞാൻ കൗൺസിലിംഗ് 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. കൗൺസിലിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഒരു പിക്ചർ പോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരാൾ അവരുടെ സഹനം പറയുമ്പോൾ ഞാൻ സെയിൻറ്റ് ജോൺ പോളിൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് അങ്ങ് കടന്നു വരുന്നത്. അപ്പോൾ അതുപോലെ ചിത്രം പോലെ അങ്ങ് കടന്നു വരും. അപ്പം അതെനിക്ക് ഡിസേൺ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഇവർ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു കുട്ടിയെ ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ കാര്യം കേൾക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ജൂഡാസിൻ്റെ ചിത്രമാണ് വരുന്നത്. അപ്പോൾ ജൂഡാസ് ആണ്, അയാൾക്ക് ജൂഡാസ് സ്പിരിറ്റാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ജൂഡാസിൻ്റെ ചിത്രമാണ് വരുന്നത്. അപ്പം ഞാൻ ആ കുട്ടിയോട് അത് വെച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, കാരണം അവർ ഭയങ്കര അടുത്ത് പോയി, അപ്പോൾ അതിന് വേറൊരാളെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ തിരിച്ചു വരണം എന്നാണ്, അതിന് അയാൾ ഒരു ജൂഡാസ് ആണെന്ന് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ
എൻ്റെ മനസ്സിലങ്ങ് പെർസീവ് ചെയ്തു. പക്ഷേ അതിനും സംശയങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ വെച്ചിട്ട് ആ കുട്ടിക്കും സംശയമുണ്ട് ഇയാൾ ശരിയല്ല എന്ന്. എന്നാലും നമ്മളുടെ മനസ്സിനൊരാഗ്രഹം ഉണ്ടല്ലോ അവർ തിരിച്ചു വരണമെന്ന്. അപ്പം എനിക്ക് അങ്ങനെ ആ കുട്ടിയിലുള്ളതുപോലെ എനിക്ക് പെട്ടെന്ന് പെർസീവ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, കർത്താവെ, കൗൺസിലിംഗ് ചെയ്തിട്ട് ഞാൻ അസ്വസ്ഥത കൂട്ടുവാണോ ഇങ്ങനെ പറഞ്ഞിട്ട്? എൻ്റെ മനസ്സിൽ ജൂഡാസിൻ്റെ പിക്ചറാണ് ക്ലിയർ ആയിട്ട് വരുന്നത്. കർത്താവെ, നീ കാണിച്ചു തരണേ, ആ കുട്ടിക്ക് അസ്വസ്ഥത കൂട്ടരുത്. ഞാനൊരു കാര്യം കൗൺസിലിംഗ് പറഞ്ഞിട്ട് നിൻ്റേതല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അസ്വസ്ഥതയൊന്നും കൂട്ടരുത് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറക്കുമ്പം, ഞാൻ ബൈബിൾ ഇങ്ങനെ ജസ്റ്റ് കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുറക്കുമ്പോൾ കിട്ടുന്നത് ജൂഡാസ് ബിട്രേസ് ജീസസ് ഹെഡിങ്ങാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു കൺഫർമേഷൻ പോലെ. അപ്പോൾ ഇങ്ങനെ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഇപ്പോൾ കൗൺസിലിംഗ് ആ സമയങ്ങളിലൊക്കെ കൺഫർമേഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടി ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിപ്പോൾ തുറക്കാറില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ കർത്താവ് എന്നോട് വചനം വഴി സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒത്തിരി വചനങ്ങൾ കാണാതെ പഠിക്കാറുണ്ടല്ലോ. ഞാൻ ഒത്തിരി വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനും ആപ്റ്റായിട്ടുള്ള വചനങ്ങൾ ആ സന്ദർഭത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുറക്കുമ്പോൾ അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഡെയിലി ബേസിസിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരെണ്ണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ്, ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിള്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ബ്രദർ US അപ്പോൾ അവരുടെ വീതം ഞങ്ങളുടെ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിനോട്, പുള്ളിക്കാരൻ മരിക്കുന്നതിന് പറഞ്ഞു, നിനക്കാണ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നിനക്ക് തരാനാണ് താല്പര്യം, അപ്പം നീ അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്കിള് മരിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി വന്ന് ഞങ്ങൾ തന്നെ അത് വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയിരിക്കുമോ അത് എഴുതാനായിട്ട്, പേപ്പർ ആധാരം എഴുതാനായിട്ട്. അപ്പം അന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ബൈബിൾ രാവിലെ സാധാരണ പോലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ ബൈബിളൊന്ന് തുറന്ന് പ്രാർത്ഥിച്ചേക്കാന്ന്. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനാണ് ജെറമിയ 32 അധ്യായം. നിലം വാങ്ങുന്നു കേട്ടോ, നിലം വാങ്ങുക ജെറമിയ. അതിനകത്ത് തമാശ എന്നാന്ന് വെച്ചാൽ ഇത് കേട്ടോണേ. ജെറമിയ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്റെ പിതൃ സഹോദരനായ ശല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ അനാത്താത്തിലുള്ള എൻ്റെ സ്ഥലം വാങ്ങുക, അത് വാങ്ങാനുള്ള അവകാശം നിൻ്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും. കർത്താവ് അരുളി ചെയ്തതുപോലെ എൻ്റെ പിതൃ സഹോദരപുത്രൻ ഹനാമേൽ കാരാഗൃഹത്തിൽ എൻ്റെ അടുക്കൽ വന്ന്, ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക, അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റേതാണ്, നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അതിൻ്റെ വില 17 ശെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്ര വെച്ചു. സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ തൂക്കി അവന് കൊടുത്തു. അങ്ങനെ നിയമവും നാട്ടുനടപ്പും അനുസരിച്ച് മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി. എൻ്റെ പിതൃ സഹോദരപുത്രനായ ഹനാമാലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗൃഹത്തും തടുമുറ്റത്തും നന്ദികതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മൗസേയായുടെ പുത്രനായ നേരിയയുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു. അങ്ങനെ എക്സാക്ട്ലി ആ ആധാരം എഴുതാൻ പോയപ്പം ആ ഒരു റിലേഷൻഷിപ്പും നീയാണ് അവകാശി എന്നൊക്കെ പറഞ്ഞതുപോലെ ലിറ്ററലി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ തന്നെ എക്സാക്ട്ലി അതങ്ങ് എഴുതി വെച്ചിരിക്കുന്ന പോലെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചിരി പോലെ വന്നു കേട്ടോ. എത്ര ഇങ്ങനെ ലൈൻ ബൈ ലൈൻ കറക്റ്റായിട്ട് വന്ന പോലെ അന്ന് ഞാനത് കണ്ടു കേട്ടോ. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പം ഏത് പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം, ഏത് ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബൈബിള് തുറന്ന് നോക്കി പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പേഴ്സണലി പറയുവാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനും ഞാൻ എൻ്റെ കാര്യസംസ് ഉപയോഗിക്കാറില്ല. കാരണം അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കർത്താവിന് അറിയാം, അവൻ എനിക്ക് ഏറ്റവും നല്ലതേ തരത്തുള്ളൂ. അപ്പം എനിക്കതിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, മുമ്പ് ചോദിക്കണം, നമ്മൾ സമർപ്പിക്കും. ഈശോ ഈ ദിവസത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം സമർപ്പിക്കും. അല്ലാതെ അതിനകത്തൊരു ഡിപ്പെൻഡൻസി പോലെ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു
ഫോർച്യൂൺ ടെല്ലിംഗ് എന്നൊക്കെ പറയില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആരാഞ്ഞ് അത് ശരിയാണോ, അത് ഒരു ക്യൂരിയോസിറ്റി പോലെ, അല്ല ക്യൂരിയോസിറ്റി അല്ല, എല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പം ചിലപ്പം സാത്താൻ അവിടെ ഇടപെടാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. പലപ്പോഴും നിങ്ങൾ ദൈവസ്വര കേൾക്കുന്നെങ്കിൽ എല്ലാ പ്രാവശ്യവും അങ്ങനെ ബൈബിൾ തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കണം അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു നിഷ്കളങ്കമായ ഒരു ഫെയ്ത്തിൽ എൻ്റെ അപ്പനാണ് എനിക്ക് ഏറ്റവും നല്ലതേ വരത്തുള്ളൂ, അവൻ എന്തനുവദിച്ചാലും അതെനിക്ക് നല്ലതാണ്, അപ്പോൾ എന്തും വരട്ടെ, ദൈവം അനുവദിച്ചിട്ടാണ്, അങ്ങനെ ഒരു ഫെയ്ത്തിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം, ഇപ്പം എൻ്റെ മോള് നീറ്റിന് പ്രിപ്പയർ ചെയ്യുക, ഞാൻ ചോദിക്കത്തില്ല കർത്താവിനോട്, കർത്താവേ അവൾക്ക് നീറ്റ് കിട്ടുമോ, അവൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും, നിന്നെ അവളെക്കുറിച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കത്തില്ല. അത് ചോദിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരിസംസ്. എനിക്ക് തന്ന കാരിസംസ് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആൾക്കാർക്ക് അല്ലേ ഡെസ്പറേഷനിലിരിക്കുന്നവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അവരോടും ഒരു ഫോർച്യൂൺ ടെല്ലിങ്ങിൻ്റെ രീതിയിലേക്ക് അങ്ങനെ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല നമ്മൾ കർത്താവിനോട് ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. കർത്താവ് നമ്മളോടൊരു സ്നേഹിതനോടെന്നതോ അല്ലെങ്കിൽ സ്നേഹിതയോടെന്ന പോലെ സംസാരിക്കുന്നെങ്കിലും നമുക്കറിയണം കർത്താവ് ആരാണെന്നും നമ്മൾ ആരാണെന്നും ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ഒക്കെ കൊടുക്കണം. അല്ലാതെ ചുമ്മാ എല്ലാ കാര്യങ്ങൾക്കും കർത്താവെ അങ്ങോട്ട് തിരിയാമോ ഇങ്ങോട്ട് തിരിയാമോ അങ്ങനെ പോകാമോ ഇങ്ങനെ പോകാമോ എന്നൊക്കെ പറഞ്ഞ ഉടനെ ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നവർ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഫെയ്ത്തിൽ അങ്ങ് പോവുക, എല്ലാം നമ്മൾ കർത്താവിനെ അങ്ങ് സമർപ്പിക്കുക, അവൻ്റെ ഒരു ഇഷ്ടം പോലെ വരട്ടെ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചാണോ? അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് ഇങ്ങനെ ചോദിച്ചല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിക്കുക. എൻ്റെ കർത്താവെ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഒരു യാചന കൊടുക്കും കർത്താവിനോട്. പിന്നെ അവൻ തീരുമാനിക്കട്ടെ. എൻ്റെ കുഞ്ഞിനെ നീറ്റ് കിട്ടണം എന്നാണ് അവൻ തീരുമാനിക്കുന്നെങ്കിൽ അത് കിട്ടട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതാണ് അവളുടെ ഭാവിക്ക് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് അതിലേ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തോട് ആലോചന ചോദിക്കരുത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ദൈവത്തോട് ആലോചന ചോദിക്കാം, പക്ഷെ അതൊരു ഡിപ്പെൻഡൻസി ആകരുത്. എന്തും ഞാനിങ്ങനെ ചോദിച്ചേ ചെയ്യത്തുള്ളൂ, എപ്പോഴും ഞാനിങ്ങനെ എല്ലാം അങ്ങോട്ട് തിരിയണേലും ഇങ്ങോട്ട് തിരിയണേലും ചോദിച്ചേ ചെയ്യത്തുള്ളൂ, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ചിലപ്പം പറ്റുന്ന എന്നാന്ന് വെച്ചാൽ 3-4 പ്രാവശ്യം ആൻസർ കിട്ടുമായിരിക്കും. 5-ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ തുറക്കുമ്പോൾ കിട്ടുന്നത് നീ യൂദാസ് ആണെന്ന്, വല്ല യൂദാസ് ദൈവത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു ഭാഗമായിരിക്കും കിട്ടുന്നത്. ഉടനെ ടെൻഷനാകുമ്പോൾ ഞാൻ യൂദാസ് ആണോ, അതോ ഇനി എന്നെ വല്ലവരും ഒറ്റ കൊടുക്കാൻ പോകുന്നതാണോ എന്നൊക്കെ ടെൻഷനാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രെച്ച് അനാലജി എന്നൊക്കെ പറയല്ലേ, ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്ട്രെച്ച് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ഈ ഒരു വചനം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് കൂട്ടിമുട്ടിക്കാനൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ കൃത്യമായി കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ സാങ്ക്ടിഫയിങ് ഗ്രേസിലാണെങ്കിൽ ഒരു പ്രതിഫലനം പോലെ എനിക്കറിയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അത് എനിക്ക് എന്ത് ഞാനതിനെക്കുറിച്ച് ചെയ്യണം എന്നെല്ലാം കർത്താവ് നമ്മളെ കാണിച്ചു തരും കേട്ടോ. അപ്പം നമ്മൾ ആ സാങ്ക്ടിഫയിങ് ഗ്രേസിലായിരിക്കുക, ആ ഒരു വിശ്വാസത്തിൽ. തോമസേ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെയും വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പറഞ്ഞല്ലേ. അപ്പം അതാണ് ഒരു കൂടുതൽ ഉദാത്തമായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ഈ ഒരു ദർശനങ്ങളും വേണ്ട, ഈ ഒരു കാരിസംസും എനിക്ക് ആവശ്യമില്ല, നിന്നെ സ്നേഹിക്കാൻ എനിക്കിതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ നിന്നെ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അതിനെനിക്ക് ഈ ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അടയാളങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് ഞാൻ സ്നേഹത്തോടും എന്താ പറയുന്നത് താങ്ക്സ് ഗിവിങ്ങോടും കൂടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതെല്ലാം മറ്റുള്ളവരുടെ ഇതിനായിട്ടാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവിനോട് ആലോചന ചോദിക്കാറുണ്ട്. കർത്താവെ കാണിച്ചു തരണമേ, ഞാൻ ഓരോ വഴി പോകുമ്പോഴും എനിക്ക് വേണ്ടതുപോലെ എന്നെ നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ആൻസർ എടുത്ത് ചെയ്യുന്ന രീതി എനിക്കില്ല. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും പ്രാർത്ഥനയോടും യാചനയോടും കൂടെ
എൻ്റെ ഓരോ ആവശ്യങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചിട്ടേ ഉള്ളൂ. ആ സമർപ്പിച്ച എല്ലാ വിഷയത്തിൻ്റെ മേലും അവൻ കരുണയോടുകൂടി ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ എനിക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവൻ എന്നോട് സംസാരിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലേ ജെറമ്യായിട്ട് അത് ചുമ്മാ സംസാരിച്ചു. ഒരു പ്രാവശ്യം എനിക്ക് ഏതോ ഒരു ശുശ്രൂഷയ്ക്ക് പോവാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷ ആദ്യ കാലഘട്ടങ്ങളിലാണ്. എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ പോലെ, കർത്താവ് എന്താണ് ഞാൻ അവിടെ പോയി ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു ടെൻഷൻ വന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞു ബൈബിള്, എനിക്കങ്ങ് തോന്നുക ബൈബിള് തുറക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുള്ള ആളല്ല, പക്ഷെ അന്ന് അങ്ങനെ പെട്ടെന്ന് ബൈബിള് തുറന്നപ്പോൾ ഞാനാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്, ഇറ്റ് ഈസ് ഐ ഹു ആൻസർ ആൻഡ് ലുക്ക് ആഫ്റ്റർ യു എന്ന് പറഞ്ഞ് ഒരു വചനം കർത്താവ് തന്ന് എന്നെ ധൈര്യപ്പെടുത്തി. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്ന് നിറഞ്ഞു. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വചനങ്ങൾ ചിലപ്പോൾ കർത്താവ് തരും നമ്മുടെ ആവശ്യാനുസരണം. നമ്മളതിൻ്റെ പുറകെ ഓടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഡിപ്പെൻഡൻസി പോലെ, ഇത് ഇങ്ങനെ ചെയ്താലേ ഒരു സമാധാനക്കേട് പോലെ അതാകും. അതപ്പോൾ ഒരു ഫോർച്യൂൺ ടെല്ലിങ്ങിൻ്റെ അല്ലേ, ചിലർക്കുണ്ടല്ലോ ഒരു ഇത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെ, ഭാവി അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെ, ആ ഒരു ലെവലിലേക്കൊന്നും പോകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, എന്നും നമ്മൾ ബൈബിൾ തുറക്കുക. ഇങ്ങനെ റാൻഡമായിട്ടൊന്നും തുറക്കുക, ഒരു ഭാഗം പഠിക്കുക, അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, അത് ആഴത്തിൽ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ആഴത്തിൽ മനസ്സിലായി ആ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ, കുറേ നാൾ നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബൈബിളിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ മനസ്സിലായ വചനങ്ങൾ വഴി ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ഓരോ സിറ്റുവേഷനിൽ. അങ്ങനെ എനിക്ക് ഞാൻ കാണാതെ പഠിച്ച ഒത്തിരി വചനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊരു ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു ആശങ്ക വരുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് അത് ഓർമ്മിപ്പിച്ച് തരും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ, ഫിലിപ്പിയൻസ് 4:13. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വചനങ്ങളിൽ കൂടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പം അങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് തുറന്ന് കിട്ടുന്നത്, അത് ചിലപ്പോൾ അതൊരു വരമായിട്ട് കിട്ടിയതായിരിക്കാം. ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും പലപ്പോഴും ഇങ്ങനെ ദൈവമേ എന്ന് പറഞ്ഞ ഡെസ്പറേറ്റ് സിറ്റുവേഷനെ പ്രാർത്ഥിച്ച് തുറന്നപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു വരമായിട്ട്, അല്ലെങ്കിൽ കൂടുതലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയും നമുക്കൊരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ തോണയും കർത്താവാണോ പറയുന്നത്, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി വെക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കേട്ടിട്ട് 3 പ്രാവശ്യം ശരിക്ക് കിട്ടും, 4ാമത്തെ പ്രാവശ്യം ഇതുപോലെ ജൂഡാസാന്ന് കിട്ടിയിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഒത്തിരി തെറ്റുകൾ വരാം കേട്ടോ. അതൊരു ഫുൾ പ്രൂഫ് ഒരു മെത്തഡോളജി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ദൈവം പ്രേരിപ്പിക്കുന്ന പോലെ ചെയ്യുക, അതിലൊരു ഡിപ്പെൻഡൻസി വെക്കാതിരിക്കുക. പക്ഷേ ബൈബിൾ ആഴത്തിൽ പഠിക്കുക, അതിലെ ആശയങ്ങൾ, വചനങ്ങൾ, അതിനകത്തെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം അതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഈ ഒരു ക്ലാസ്സാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.